ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലായി. തൻ സൗരഭ്യം വരയ്ക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്നൻ കണ്ണുകളാലേ, ആത്മകണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്ന് എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ ഒരവസരം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് മറുപടി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്ന് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തൻ അവിടുന്നാകിയാൽ, മനസ്സലിവും കരുണയുമുള്ള ദൈവം അവിടുന്നാകിയാൽ, അബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ വന്നുപോയ കുറവുകളോ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ. ആകായ്മകളോ പോരായ്മകളോ നന്ദികേടുകളോ അവിശ്വസ്തതകളൊന്നും ഓർക്കരുതേ അപ്പാ. അവിടുന്ന് ഞങ്ങളെ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. നാഥാ, നീ അവിടുന്ന് അത്ഭുത അതിശയമായി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണം. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ്. തമ്പുരാനെ അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ പരീക്ഷകൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. സെപ്റ്റംബർ മാസം 21-ാം തീയതി നടക്കുന്ന എക്സാമിനായി പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങളെ നീ അറിയുന്നല്ല കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. നിൻ്റെ കരം ചേർത്ത് പിടിക്കണമേ. ബുദ്ധിയും ആലോചനയും കൊടുക്കണമേ. ജയത്തോടെ നടത്തണമേ കർത്താവേ. കാര്യാദികളെ ക്രമപ്പെടുത്തണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. അതുപോലെ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഉപജീവനമാർഗം ചോദിക്കുന്ന മക്കൾക്ക് അപ്പൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ അപ്പാ. നിൻ്റെ പൊന്നു കലവറ തുറന്നു കൊടുത്ത് മതിയാവുകയോ കർത്താവ് മതി വരുവോളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി തീരട്ടെ, അത്ഭുതത്തിൻ്റെ മാസമായി തീരട്ടെ. സ്വർഗം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും ബലത്തോടെ നടത്തണമേ. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്യാൻ ഇടയാക്കണമേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് മറുപടിയായി സ്വർഗം ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മേലധികാരികളോടൊക്കെ ഇടപെടണമേ. മനസ്സലിവും കരുണയും കാണിക്കുവാൻ തക്കണുള്ള ഹല്ലേലൂയ കർത്താവേ ഹൃദയം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ. അവർക്ക് പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. താമസ സൗകര്യം ഒരുക്കണമേ. ഭക്ഷണം കൊടുക്കണമേ. യാത്രാ സൗകര്യം ഒരുക്കണമേ. കർത്താവെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ കർത്താവെ. ഉത്തമമായ കുടുംബജീവിതം നയിപ്പാൻ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കിക്കാട്ട് കർത്താവ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് കർത്താവ്. തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണേ. അപ്പോൾ അവരെ മാനിക്കണേ, അവരെ കരുതണേ കർത്താവ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സൂക്ഷിക്കണമേ. ഉള്ളം കരുത്തിൽ വഹിക്കണമേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ കർത്താവേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കുവാൻ എൻ്റെ അപ്പനല്ലാതെ മറ്റാരുമില്ല. സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഓർക്കുന്നു.
ഭവനം പണിയുന്ന മക്കളെ ഓർക്കുന്നു പൂർത്തീകരിച്ച് പാർക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭാഗ്യമൊരുക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തലചായ്പാൻ ഒരിടമൊരുക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. ദൈവയാത്ര പോകുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്നവരുടെ ഓരോ യാത്രകളിലും കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. ആപത്തനത്തിന് വിട്ടുവയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക ജീവിതങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ സമർപ്പിക്കുക. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സമാധാനമായ ഒരു ജീവിതം തൻ്റെ മക്കൾക്ക് നൽകണമേ. സ്നേഹത്തിൻ്റെയും സഹോദര ആത്മാവിനെ ഓരോ ഹൃദയത്തിൽ നൽകണമേ കർത്താവേ. കുടുംബജീവിതം നയിക്കുന്ന ഓരോ മക്കൾക്കും സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഹാലിൽ നീറിപ്പോകുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. വസ്തു സംബന്ധമായ തർക്കത്തിൻ്റെ നടുവിലായിരിക്കുന്നവരുണ്ട്. കേസ് സംബന്ധമായി ഹാലിലെ കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, വിജയം നൽകണമേ അപ്പം. നീ തന്നെ വാദിക്കണമേ, പൊരുതണമേ കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ കർത്താവെ. അങ്ങ് നീതിയുള്ള ദൈവമാണല്ലോ. നീതിമാനായ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹാലിലെ ബുദ്ധിമുട്ടുന്ന, ഭാരപ്പെടുന്ന, വേദനിക്കുന്ന ഓരോ വിഷയത്തിന് നടുവിലും സ്വർഗമിറങ്ങി പ്രവർത്തിക്കുന്ന നിശ്ചയമായും കരുതും. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടിയിടുന്ന നിശ്ചയം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. താമസിക്കാതെ സ്വർഗമിറങ്ങണമേ, വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഹാലിലെ കർത്താവ് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താപ്പച്ചൻ്റെ സ്നേഹവും സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും പൊതിയണമേ. ദൈവമായ കർത്താവ്, ഈ സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അപ്പാ, നിൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകണം. മുൻപോട്ട് ജീവിപ്പാനുള്ള പ്രത്യാശ കൊടുത്ത് സഹായിക്കണേ. ഞങ്ങളുടെ രോഗികളെയെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും സമാധാനവും കൊടുക്കണമേ അപ്പാ. എല്ലാ രോഗത്തിനും നല്ല വചനായി അപ്പാ. അങ്ങൊന്ന് തൊടണമേ, അങ്ങൊന്ന് തൊട്ട് സുഖപ്പെടുത്തണേ അപ്പാ. സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗം സൗഖ്യം മറ്റുള്ളണമേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾക്കും നല്ല ഉറക്കവും ആശ്വാസവും കൊടുക്കണമേ കർത്താവ്. വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് പരിപൂർണമായ സൗഖ്യവും ആശ്വാസവും നൽകണമേ കർത്താവ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരോട് കരുണ കാണിക്കണേ. സൗഖ്യം പ്രാപിപ്പാൻ ഇടയാക്കണമേ കർത്താവ്. ഓപ്പറേഷന് വിധേയപ്പെട്ട തൻ്റെ മക്കളെ കർത്താവെ അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകി സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവരൊക്കെ ഏൽപ്പിക്കുക. തൈറോയ്ഡ്, മാസമായും അലർജിയുള്ളവരെ ഏൽപ്പിക്കുക. ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട് കർത്താവ്. ഉദര സംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട് കർത്താവ്. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ടപ്പാ. അപ്പോൾ കണ്ണ് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരൊക്കെ ഉണ്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവ്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവ്, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. ശരീരവാസകലം, നീർക്കെട്ടും അതിവേദനയും ഉള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ കർത്താവെ. ഹാലലൂയ്യ. എൻ്റെ സ്വർഗം മനസ്സലിനെ ഭിക്സ് രോഗത്തിൻ്റെ ഹാലലിയ ഭാരം അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്. ദൈവമായ കർത്താവ് സൗഖ്യദായകന, മനസ്സലിവും കാരണയുമുള്ള ദൈവം. സൗഖ്യം കാത്തു കിടക്കുന്ന മക്കൾക്ക് സൗഖ്യമുണ്ട് നിശ്ചയമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച ദൈവം ഇന്നും സർവ്വശക്തനാ ബലമുള്ള കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമയം ഹാലലുയ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഓരോ രാജ്യങ്ങളെയും അനുഗ്രഹിച്ച് കാത്തോണേ കർത്താവെ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്ന് വിടുവിക്കണമേ കർത്താവെ. ഹാലലുയ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. അപ്പോൾ PR ലഭിക്കേണ്ട ജീവിതങ്ങളുണ്ട് എൻ്റെ കർത്താവെ. വിസ ലഭിക്കേണ്ട ജീവിതങ്ങളുണ്ട്. ജോലി നല്ലത് ലഭിക്കേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവെ. പ്രമോഷൻ ലഭിക്കേണ്ടവരുണ്ട് കർത്താവ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നന്നായി ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവ്. ഹാലലുയ. ഒരു കഷ്ടനഷ്ടം കൂടാതെ അവരെ കാത്തുകൊള്ളണം. ഓരോ ജീവിതത്തിനും വേണ്ടുന്നത് കർത്താവ് ദിനംതോറും കൊടുത്ത് പോറ്റിപ്പുലർത്തണം. ഉപജീവനമാർഗമെല്ലാം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവ്. ഹാലലുയ. ജോലി ആഗ്രഹിക്കുന്ന മക്കൾക്ക് ജോലി ചെയ്യണം, കർത്താവ് കൊടുക്കണമേ. ജോലി ചെയ്യാൻ മനസ്സില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവേ അതിനുള്ള മനസ്സ് കൊടുക്കുക. തക്കതായ ജോലി ഒരുക്കി മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളോടും മനസ്സലിയണമേ, കരുണ തോന്നണമേ കർത്താവ്. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും സഹോദരവർഗങ്ങളെയും യുവാക്കന്മാരെയും പൈതങ്ങളെയും ഒക്കെ വളർത്തിത്തരണം. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണം. ഹാലേലി. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം കർത്താവല്ല. ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ലപ്പാ, സഹായിക്കണമേ. ഇന്ന് പോൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്വന്തം